കൊച്ചിയിലെ ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷന്റെ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണത്തിലെ അപാകത വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇനി പ്രേക്ഷകരിലേക്ക് മാതൃഭൂമി ന്യൂസ് എത്തിക്കുന്നത്. ഫ്ളാറ്റിന്റെ അസ്ഥിവാരത്തിലെ പില്ലറുകളും ബീമുകളും തകർന്ന അവസ്ഥയിലാണ്. ഗ്രാനൈറ്റ് പാളികൾ സെല്ലോ ടേപ്പ് കൊണ്ടാണ് ഒട്ടിച്ചു വെച്ചിട്ടുള്ളത്. വൈറ്റ്ലിയിലെ സിൽവർ സാൻഡ് ഐലൻഡിൽ ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ നിർമ്മിച്ച ആ പൊളിക്കാൻ പറഞ്ഞ ഫ്ലാറ്റ് സമുച്ചയം എത്രത്തോളം അപകടകരമായ നിലയിലാണ് നിൽക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ചിത്രങ്ങൾ. ഇത് ഈ ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ അസ്ഥിവാരമാണ്. ഇവിടുത്തെ ഈ പില്ലറിലാണ് 28 നില. ഈ ഫ്ലാറ്റ് ഇത് സി ആണ്, സി ടവറാണ്. ഈ സി ടവറിൻ്റെ 28 നില ഉയർന്നു നിൽക്കുന്ന പില്ലറാണ്. വിണ്ട് കീറിയ അവസ്ഥയിലാണ് നിൽക്കുന്നത്. 8 വർഷം മുമ്പാണ് ഈ ഫ്ലാറ്റ് സമുച്ചയം ഇവിടുത്തെ താമസക്കാർക്ക്, പ്രതിരോധ മേഖലയിൽ ജോലി ചെയ്തിരുന്ന താമസക്കാർക്ക് നൽകുന്നത്. അന്ന് മുതൽ തന്നെ ഇവർ പരാതി പറഞ്ഞു. ടെക്നിക്കലി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയർ ഇത് കണ്ടു കഴിഞ്ഞാൽ ഹൃദയഭേദകം ആണെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ കോളത്തിൻ്റെ ഈ കണ്ടീഷൻ കണ്ടു കഴിഞ്ഞാൽ ദിസ് ഈസ് നിയർലി യൂസ്ലെസ്, ഇൻഎഫക്റ്റീവ്. കാരണം ഇത് കോൺക്രീറ്റ് പൊട്ടി കംപ്രസീവ് ലോഡ് എടുക്കാൻ പറ്റില്ല. ഇത് 28 നിലയിലെ ലോഡ് വന്ന പൈലിലേക്ക് പോകേണ്ട കോളത്തിൻ്റെ കണ്ടീഷനാണിത്. മോസ്റ്റ് ഓഫ് ദീസ് കോളംസ് ഹാവ് ബിക്കം നിയർലി ഇൻഎഫക്റ്റീവ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് വെരി റിസ്കി ആൻഡ് ഡേഞ്ചറസ്. അതാണ് എഞ്ചിനീയറിംഗ് കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റിപ്പോർട്ടുകളൊക്കെ വ്യക്തമായിട്ട് പറയുന്നത്. ഇവാക്യുവേറ്റ് ചെയ്യാൻ അത് എനിക്ക് തോന്നുന്നു അത് പുതിയൊരു കണ്ടുപിടുത്തമാണെന്ന് തോന്നുന്നില്ലേ? അല്ല, ഇവിടൊക്കെ ഉണ്ട് ഈ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെച്ചേക്കാണ്. ഇവിടെ ചെറിയ പീസുകളാണ്, മുകളിൽ വലിയ പീസുകളാണ്. 10, 25, 30 കിലോ വരുന്ന വലിയ പീസുകളാണ് ഇങ്ങനെ സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. ഫ്ലാറ്റ് സമുച്ചയത്തിൽ 208 കുടുംബങ്ങൾ ജീവൻ പണയം വെച്ച് ആണ് ഇത്രയും വർഷം കഴിഞ്ഞത്. മിക്ക പില്ലറിൻ്റെയും അവസ്ഥ ഇതുതന്നെയാണ്. ഇവിടെ ഒരു ഗ്രാനൈറ്റിൻ്റെ പീസുണ്ടായിരുന്നു, അത് അടർന്നു പോയി. ബാക്കിയുള്ളത് അടർന്നു പോകാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ കണ്ടോ സെല്ലോ ടേപ്പാണ് വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. ഒരു ബീമാണ് ഈ കാണുന്നത്, പൊട്ടിപ്പൊളിഞ്ഞു പോയി. ഒരു ഫോൾട്ടി ഡിസൈനാണിത്. ഒരിക്കലും ഹൈ പ്രഷർ ഫയർ ഹൈഡ്രൻ്റ് പോകുന്ന ഒരു ബീമിൽ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യാൻ പാടില്ല. അത് അങ്ങനെ ചെയ്തത് കൊണ്ട് ആ കോൺക്രീറ്റ് മുഴുവൻ പൊട്ടി അടർന്ന് വീണിരിക്കുക. ദിസ് ബീം ഈസ് നിയർലി ഇൻഎഫക്റ്റീവ് നൗ. എല്ലാ സ്ഥലത്തും ഇങ്ങനെ പൊട്ടി അടർന്ന അവസ്ഥയിലാണ് ഈ ഫ്ലാറ്റിൻ്റെ മിക്ക സ്ഥലങ്ങൾ. പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് പെയിൻ്റൊക്കെ അടിച്ച് കാണാതിരിക്കാൻ വെച്ചിട്ടുണ്ട് അല്ലേ? ഇതെങ്ങനെയെങ്കിലും ഇത് മറച്ചു വെക്കുക, ചെറിയ ചില്ലറ കോസ്മെറ്റിക് റിപ്പയേഴ്സൊക്കെ നടത്തി എങ്ങനെയെങ്കിലും ഇത് തീർക്കുക, അങ്ങനെയുള്ളൊരു ഉദ്ദേശമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ അവരുടെ ഒരു ചെറിയൊരു സ്ഥാപനമല്ല, ഒരു സാധാരണ സ്ഥാപനമല്ല ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ആർമിയുടെ നേതൃത്വത്തിലുള്ള വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷനാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവർക്ക് പോലും ഇതിനകത്ത് വീഴ്ച ഉണ്ടായെന്ന് പറഞ്ഞാൽ വലിയൊരു അഴിമതിയല്ലേ ഇത്? അഴിമതിയുടെ പോയിന്റ്, these things point to corruption and mismanagement and malpractices. അത് ultimately you cannot hide the truth. നമ്മളത് മനസ്സിലാക്കാം. ദർ ഈസ് നോ വേ, ട്രൂത്ത് വിൽ കം ഔട്ട് വൺ ഡേ ഓർ ദി അതർ. അപ്പോൾ അതിനെയും പോലീസിൻ്റെയും മറ്റധികാരികളുടെയും കൈകളിലാണ് സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവന്ന് ഇതിനൊരു ലോജിക്കൽ ആൻഡ് കൺക്ലൂഷൻ എത്തിക്കുക എന്നുള്ളത്. രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച നമ്മുടെ പ്രതിരോധ മേഖലയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ ഈ ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിച്ചത്. ഈ ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ സ്ഥാപനമല്ല. ആർമിയുടെ നേതൃത്വത്തിലുള്ള കരസേനാ മേധാവി തന്നെ പ്രസിഡൻ്റായിട്ടുള്ള ഒരു സംവിധാനമാണ്. ആ സംവിധാനം നിർമ്മിച്ച ഫ്ലാറ്റ് സമുച്ചയമാണ് തുടക്കത്തിൽ തന്നെ അപാകതകൾ പ്രകടമാക്കുകയും, അതായത് അതിൻ്റെ നിർമ്മാണത്തിൽ വലിയ രീതിയിലുള്ള അപാകതകൾ ഉണ്ടായതുകൊണ്ടാണ് 8 വർഷത്തിന് ശേഷം ഈ ഫ്ലാറ്റ് സമുച്ചയം പൊളിച്ച് മാറ്റേണ്ടി വരുന്നത്. എന്തായാലും ഇനിയും നിയമ പോരാട്ടവുമായി ഇവർ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. അനീഷ് തോട്ടക്കാരനൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.